ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ തന്നെ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്, പരിമിതമായ രൂപത്തിലാണെങ്കിലും. ഇപ്പോൾ ഇന്നു മുതൽ അവർ മിണ്ടാട്ടം മുട്ടിയിട്ടുണ്ട്. അതേത് നിർദ്ദേശത്തിന്റെ ഭാഗമാണ് എന്നത് വ്യക്തവുമാണ്. പക്ഷെ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിൻ്റെ ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് വ്യക്തവുമായിരുന്നു. ഇതൊരു പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ഇതിൽ കൂടിയാലോചന നടത്തിയോ എന്നത് മാധ്യമങ്ങളോട് പറയേണ്ട ബാധ്യതയില്ല. ധനമന്ത്രി ധനപരമായ കാര്യങ്ങളെന്നൊരു പരിമിത വൃത്തത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ബിന്ദുവിൻ്റെ ഈ സങ്കോചം ആർക്ക് നേരെയുള്ള ചോദ്യമാണ്? ഇവിടെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഉൾപ്പെടെയുള്ള വിദേശ നിക്ഷേപം സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടുള്ള പാർട്ടിയാണ് CPIM. CPIMൻ്റെ പാർട്ടി പരിപാടി അംഗീകരിക്കപ്പെട്ടത് 1964 പിന്നീട് അപ്ഡേറ്റ് ചെയ്തു. ആ പരിപാടിക്കകത്ത് ഇടതുപക്ഷത്തിൻ്റെ പരിപാടി ജനകീയ ജനാധിപത്യ വിപ്ലവത്തെ തുടർന്ന് CPIMൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പരിപാടി സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഒരൊറ്റ വാചകം ഞാൻ മാത്രം വായിക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടി പരിപാടി ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണല്ലോ. 663 അതിൽ ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട ചില മേഖലകളിൽ വിദേശ പ്രത്യക്ഷ നിക്ഷേപം അനുവദിക്കുന്നതാണ്. ഇത് പാർട്ടി പരിപാടിയാണ് CPIMൻ്റെ. ഇന്നും ഇന്നലെ എഴുതി വെച്ചതല്ല. ഈ പരിപാടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ എന്താണ് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടത് എന്ന കാര്യം സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലക്ക് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ഇന്നലെ അങ്ങനെയെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ ഈ പറഞ്ഞതുപോലെ പ്രതികരിച്ചു? പാർട്ടി പരിപാടി വായിക്കാത്തയാളാണോ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് സ്വകാര്യ സർവകലാശാലകൾ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുക. ഇന്ന് കേരളത്തിലെ 80% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലല്ലേ? അവയെല്ലാം മികച്ച സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നില്ലേ? വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപത്തെ പറ്റി തീരുമാനമെടുത്തിട്ടില്ല. ഇതല്ലേ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം? വേറെ പുതിയ കാര്യമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഞാൻ ബിന്ദുവിൻ്റെ പ്രസ്താവനയാണ് വായിച്ചത്. ഈ കാര്യത്തിൽ പൂർണ്ണമായ തീരുമാനം എടുത്തിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി കൂടിയാലോചന നടത്തിയോ എന്ന കാര്യം പറയേണ്ട ബാധ്യത മാധ്യമങ്ങളോടില്ല. ധനമന്ത്രി ആ പരിമിതമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ബാലഗോപാലിന് തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നു എന്ന് കൂടെയുള്ളൊരു മന്ത്രി പറയുന്നതിന് തുല്യമാണത്. നിങ്ങൾ ഇത് സംബന്ധിച്ച് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ബജറ്റിലെ 71, 72, 73, 74, 75 ഇതാണല്ലോ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗം. ഞാൻ ആ ഭാഗം വായിക്കാം. തുല്യതയുടെയും സുതാര്യതയും 74 തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിത്തറയാക്കിക്കൊണ്ട് പുതിയ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള അവസരങ്ങൾ പരിശോധിക്കും. ഏകജാലക ക്ലിയറൻസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെ തന്നെ വൈദ്യുതി നിരക്കുകൾ, നികുതി ഇളവുകൾ, മൂലധനത്തിന് മേലുള്ള നിക്ഷേപ സബ്സിഡി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഈ നിക്ഷേപ പോളിസിയുടെ ഭാഗമായിരിക്കും. ഇതല്ലേ പറഞ്ഞിരിക്കുന്ന കാര്യം? അല്ലേ? വേറെന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്ന പാർട്ടി പരിപാടിയും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ബജറ്റും ഒന്നും മന്ത്രി ബിന്ദു വായിച്ചിട്ടില്ല എന്നാണോ? അതിന് മാത്രം മറുപടി പ്രകാശ് മാഷേ. രേഖകളൊക്കെ അങ്ങയുടെ കയ്യിൽ ധാരാളമുണ്ട്. പക്ഷെ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിൽക്കുന്നു. ആ കാര്യത്തിലുള്ള മറുപടിയാണ് ആദ്യം വേണ്ടത്. ഇന്നലെ മിണ്ടുകയും ഇന്ന് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആരുടെ സൃഷ്ടിയാണ്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പ്രസ്താവന ഞാൻ വായിച്ചു. ആ പ്രസ്താവനയിൽ വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാനൊന്നുകൂടി വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. അല്ലല്ല, വേണ്ട. എന്റെ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഉദ്ധരിച്ചതും മന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ്. ഒരു സെക്കൻഡ് രാജു പി നായർ ഒരു സെക്കൻഡ് ശ്രീ പ്രകാശൻ മാസ്റ്റർ അത് വായിച്ചതാണല്ലോ. രാജു പി നായർ, ബിന്ദു ഇന്നലെ പറയുകയും ഇന്ന് പറയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ പറ്റിയുള്ള M പ്രകാശൻ മാസ്റ്ററുടെ വിശദീകരണം തൃപ്തികരമാണോ? ഒരിക്കലുമല്ല. ഇനി ബിന്ദു മാത്രമല്ലല്ലോ വേണു. SFI എന്താ പറഞ്ഞത്? ഈ ബജറ്റിലെ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ SFI എന്താ പറഞ്ഞത്? ഞങ്ങൾ അതിനെ എതിർക്കുന്നു, ഇതിനെ ആശങ്കയുണ്ടെന്നല്ലേ SFI പറഞ്ഞത്. ഇവർ ഈ പറയുന്ന പാർട്ടിയുടെ നിലപാട് SFIയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇനി പോളിറ്റ് ബ്യൂറോയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചോ?
അദ്ദേഹം 1969 വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് പറയുന്നത്. ജാനുവരി 7, 2023 UGCയുടെ ഫോറിൻ യൂണിവേഴ്സിറ്റികളെ അനുവദിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ പോളിറ്റ് ബ്യൂറോയുടെ നിലപാട് എന്താ പ്രകാശൻ മാഷെ? നിങ്ങൾ പിണറായിസ്റ്റുകൾ ഇന്ന് CPM-ന്റെ രാഷ്ട്രീയത്തെ പോലും തള്ളിപ്പറയല്ലേ? എനിക്ക് നിങ്ങളോട് സഹതാപമില്ല. എന്റെ സഹതാപം ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കൊടി പിടിച്ചു നടക്കുന്ന പാവപ്പെട്ട കുട്ടികളോടാ. ഇവരുടെ ഒന്നും നേതാക്കന്മാരുടെ മക്കൾ പുറത്തുപോയി പഠിക്കുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ സ്വന്തം അണികളെ പോലും നിങ്ങൾ നിഷേധിച്ചതല്ലേ ഇത്? എന്നിട്ടല്ലേ ഈ വഞ്ചന കാണിക്കുന്നത്? ശരി, ഞാൻ അതിലേക്ക് വരാം രാജു. അല്ലല്ല, PB യുടെ പ്രസ്താവന